അജ്ഞാനത്തിന്റെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നയാൾ ഗുരു. കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ഈ ലോകത്തിന്റെ തന്നെയും നവോത്ഥാന ചരിത്രത്തെയും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനെയും മുന്നോട്ട് നയിച്ചതും പഠിപ്പിച്ചതും വഴികാട്ടിയതും ഗുരുക്കന്മാരായിരുന്നു, ആചാര്യന്മാരായിരുന്നു, നവോത്ഥാന നായകന്മാരായിരുന്നു. ഒരു കാലഘട്ടത്തിനെ പുനഃസൃഷ്ടിച്ച് നമ്മൾ നടന്നു വന്ന് ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കൊക്കെയും ചോദിക്കാനുള്ളത്, ഇനിയും പിന്നോട്ട് നടക്കേണ്ട ഒരു കാലത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇക്കാലം അത്രയും നമ്മൾ കടന്നു വന്ന വഴികളിൽ അതിജീവനത്തിന്റെ ഒരു വലിയ പാഠമുണ്ടായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗവും, സ്ത്രീകളും ദളിത് സമൂഹവും എല്ലാം പങ്കുവച്ച് പകർന്നുവെച്ച് മുന്നോട്ട് വന്ന നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന ഒരു വഴി. ആ വഴിയെ നടക്കുവാൻ സാധിക്കാതെ ഇടയ്ക്കെങ്കിലും തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഉച്ചനീചത്വങ്ങളുടെയും തൊട്ടുകൂടായ്മയുടെയും ഒക്കെ ശബ്ദം നമ്മുടെ ക്യാമ്പസുകളിൽ നിഴലിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും അപകടകരമായ പ്രവണതയാണ്. കണ്ണൂരിലെ ദന്തൽ കോളേജിൽ നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി മരണപ്പെട്ട സാഹചര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറയുന്ന വാക്കിലേക്ക് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കും. ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കരുത് എന്ന കൃത്യമായ ഉദാഹരണമായി ആ കോളേജിലെ ചില അധ്യാപകർ മാറിയിരുന്നു. കുട്ടികളുടെ നിറത്തെ നോക്കിയും കുട്ടികളുടെ സർട്ടിഫിക്കറ്റിലെ ജാതിയെ നോക്കിയും ആ കുട്ടിയെ വിലയിരുത്തുന്ന അധ്യാപകർ ഒരു കോളേജിൽ നിന്നല്ല, ഒരു സമൂഹത്തിന്റെ അധ്യാപക മേഖലയ്ക്ക് തന്നെ അപമാനമാണ്. അങ്ങനെയുള്ളവരെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തേക്കാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നിലനിൽക്കുന്നത്. ഇന്ന് ആ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചതിന് ഒരു മൊബൈൽ ആപ്പിലൂടെ ലോൺ എടുത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ട് എന്നുകൂടി പരിഗണിക്കണം എന്നുള്ളത് തീർച്ചയായും ശരി തന്നെയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മൾ അതൊക്കെയും കണ്ടെത്തുമ്പോഴും ആ കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കപ്പെടുവാൻ എന്ത് കാരണങ്ങൾ തന്നെ ഉണ്ട് എങ്കിലും അവിടെയൊക്കെയും കരുത്തായി കരുതലായി കൂടെ നിൽക്കേണ്ടത് അധ്യാപകരായിരുന്നു, രക്ഷകർത്താക്കളായിരുന്നു. ഇവിടെ നമുക്ക് പിഴച്ചു, ഈ സമൂഹത്തിന് പിഴച്ചു. നമ്മളൊക്കെയും ദളിത് പ്രൈഡിനെ കുറിച്ചും നീൽ സലാം എന്ന ഏറ്റവും ആത്മാഭിമാനത്തോടുകൂടി ഉച്ചരിച്ചും ദളിത് പ്രൈഡിന്റെ എല്ലാ സവിശേഷതകളും ചേർത്ത് പിടിക്കുമ്പോഴും ദളിത് എന്ന വാക്കിന്റെ അർത്ഥം തകർന്ന ജനങ്ങൾ എന്നാണ് എന്നുള്ളത് നമ്മുടെയൊക്കെയും സോഷ്യൽ ഫാബ്രിക്കിനുള്ളിൽ ഒരു കറ പോലെ ഉറപ്പായും നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെയും നമ്മൾ സഞ്ചരിച്ചുവെങ്കിലും ഇന്ന് ഇത്തരത്തിലുള്ള ക്യാമ്പസുകളെ സൃഷ്ടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ അധ്യാപകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ സംരക്ഷകരായി അവർക്ക് മാനസികമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധമായ കരുത്തോടുകൂടിയുള്ള ജൈത്രയാത്രയ്ക്ക് കൂട്ടുനിൽക്കേണ്ടവരായിട്ടുള്ള അധ്യാപകർ ഒരു കാരണവശാലും അവരുടെ മരണത്തിന് കാരണക്കാരായി മാറുവാൻ പാടുള്ളതല്ല. ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെയും നമ്മുടെ ജാതി മത ചിന്തകളൊക്കെയും പങ്കുവെച്ചുകൊണ്ട് ജാതി മത വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ചർച്ചകളിലേക്കുമൊക്കെ വഴിതിരിഞ്ഞു പോകുമ്പോൾ ഒന്നു മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതുപോലെ, ഞാൻ ജനിച്ചത് ഒരു ഹിന്ദുവായിട്ടാണ് എങ്കിലും ഞാൻ മരിക്കുമ്പോൾ ഒരു ഹിന്ദു ആയിരിക്കില്ല എന്ന്. അവിടെ അദ്ദേഹം പങ്കുവെച്ചത് ഹിന്ദുയിസം എന്ന് പറയുന്ന, ഹിന്ദുത്വം എന്ന് പറയുന്ന, ഹിന്ദു മതം എന്ന് പറയുന്ന ഏറ്റവും വലിയ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആശയത്തെ ഉൾച്ചേരുന്ന മതത്തെക്കുറിച്ചല്ല, മറിച്ച് ഉച്ചനീചത്വങ്ങളുടെ ഇടമായി മനുസ്മൃതിയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരു കാലഘട്ടം സമൂഹത്തെ പുനഃസൃഷ്ടിക്കുവാൻ ശ്രമിക്കുമ്പോൾ, മനുസ്മൃതിയുടെ കാലങ്ങളിലേക്ക് മാറ്റപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ ആപ്തവാക്യങ്ങൾ മനുസ്മൃതിയിലേക്ക് മാത്രം ചുരുക്കപ്പെടുമ്പോൾ ഇവിടെ ഭരണഘടനയുണ്ട് എന്നും ആ ഭരണഘടനയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, മനുഷ്യരെ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് നീറുന്നവരെ ചേർത്ത് പിടിക്കലുമാണ് എന്നായിരുന്നു അദ്ദേഹം പങ്കുവെച്ച സന്ദേശം. ആ സന്ദേശത്തെ ഇക്കാലഘട്ടത്തിലും ഓർമ്മിക്കപ്പെടേണ്ടി വരുമ്പോൾ, ആവർത്തിക്കപ്പെടേണ്ടി വരുമ്പോൾ, ഇന്നും നിതിൻ രാജിന്റെ മരണത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളെ ചേർത്ത് പിടിക്കേണ്ടി വരുമ്പോൾ ഉറപ്പായിട്ടും അത് നല്ല ഒരു ശൈലിയോ നല്ല ഒരു സന്ദേശമോ അല്ല നമ്മുടെ സമൂഹത്തിന് പങ്കുവയ്ക്കുന്നത്. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്നെഴുതി ചേർത്തുകൊണ്ട് അബോളിഷിംഗ് അൺടച്ചബിലിറ്റി വിച്ച് എക്സിസ്റ്റ് ഇൻ ഓൾ ഫോംസ് എന്ന് നമ്മൾ ഭരണഘടനയിൽ പറയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള അൺടച്ചബിലിറ്റി ഇല്ലാതാക്കിക്കൊണ്ട്, തൊട്ടുകൂടായ്മയെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളുടെ വരും കാലങ്ങളിലെ ചരിത്രം രചിക്കുവാൻ ഒരുമ്പെടുമ്പോൾ ആ ചരിത്രത്തിന് വിരുദ്ധമായി ചരിത്ര നിഷേധികളായി ഒരു കാലഘട്ടം സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ അത്തരക്കാർക്കെതിരെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുവാൻ ഈ നിയമവ്യവസ്ഥ ഉറപ്പായും മുന്നിൽ തന്നെ ഉണ്ടാകും. പക്ഷേ എത്തരത്തിലുള്ള സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതെങ്കിലും ഇന്നലകളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, അതിനു മുൻപ് നിങ്ങളുടെ പൂർവികർ, അതിനു മുൻപ് നമ്മുടെ കാലത്ത്, നമ്മുടെ ലോകത്ത് സ്വാതന്ത്ര്യം എന്താണ് എന്നോ, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമോ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെ ചിന്തിക്കണമെന്നോ, എന്ത് ഡെഫിനേഷൻ കൊടുക്കണമെന്നോ, എന്ത് സ്വപ്നം കാണണമെന്നോ പോലും അറിയാത്ത ഒരു തലമുറ, ഒരു കാലഘട്ടം, ഒരു കൂട്ടം മനുഷ്യർ ചിന്തിച്ചുറച്ച് തീരുമാനിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ, എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അവിടെയൊക്കെയും നമ്മളെ മുന്നോട്ട് നയിച്ച ആ ധൈര്യത്തിന്റെ, ആ കരുത്തിന്റെ പേരായിരുന്നു ആത്മബലം. ആ മനോബലവും ആത്മബലവും സമ്പാദിച്ചു മാത്രമാണ് ഒരു തലമുറ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളോടാണ്, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും നൽകുന്ന എന്ത് തരം സമ്മർദ്ദവുമായിക്കോട്ടെ, അത് സാമ്പത്തികമായിക്കോട്ടെ, അത് കുടുംബപരമായിക്കോട്ടെ, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ശൈഥില്യമായിക്കോട്ടെ, ജീവിതത്തിൽ മുൻപിൽ വെക്കുന്ന എന്ത് തരം പ്രതിസന്ധികളോ ആകട്ടെ, അവിടെ നിങ്ങളുടെ ജാതിയോ മതത്തെയോ നിറത്തെയോ ചോദ്യം ചെയ്യുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെ നിങ്ങളുടെ അധ്യാപകന്റെ രൂപത്തിൽ